അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ സിഹ്ർ അത് ഖുർആൻ കൊണ്ട് ശരിപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സിഹ്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൽ തന്നെ ഉള്ള കുറേ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ സിഹ്റിനെ കുറിച്ച് 2-3 വീഡിയോസ് പല കാര്യങ്ങൾ സിഹ്റിൻ്റെ ലക്ഷണങ്ങളായിട്ടും അതേപോലെ തന്നെ സിഹ്ർ എങ്ങനെ ബാധിക്കുക എന്നുള്ളത്, അതേപോലെ സിഹ്റിൻ്റെ 7 തരം സിഹ്റുകളുണ്ട്, അതേതൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയിൽ ആമുഖമായിട്ട് പറഞ്ഞ് തുടങ്ങുന്നത്, സിഹ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിഹ്ർ ഖുർആൻ കൊണ്ട് ശരിപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ഖുർആനിൽ സിഹ്ർ ചെയ്തതിനെ പറ്റിയും സിഹ്ർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിഹ്ർ 7 വൻദോഷങ്ങൾ പെട്ടാണ്. ഒരു സാഹിർ സ്വർഗത്തിൻ്റെ മണം പോലും കേൾക്കില്ല. അതേപോലെ സിഹ്ർ ചെയ്യിക്കുന്ന ആളുണ്ട്. പിന്നെ സിഹ്ർ സംഭവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ്. അതായത് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് സിഹ്ർ ചെയ്താൽ, ഒരു സാഹിറിൻ്റെ അടുത്ത് പോയിട്ട് സിഹ്ർ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ് അത് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരേണ്ടത്. അതായത് സിഹ്ർ തീർച്ചയായിട്ടും മുഴുവനായിട്ടും ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു പൈശാചിക പ്രവർത്തനമാണ്. അതായത് ഇപ്പം എനിക്കൊരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് എൻ്റെ ശരി മാത്രമാണ്. ആ ശരിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാൾക്ക് ഉപദ്രവിക്കുന്നതാവാം, ഇനി ഉപദ്രവമില്ലാതെ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാവാം. എങ്ങനെയായാലും ഞാനൊരു സാഹിറിനെ സമീപിച്ച്, അല്ലെങ്കിൽ ഒരാളൊരു സാഹിറിനെ സമീപിച്ച് മൂന്നാമതൊരാൾക്ക് ചെയ്യുന്ന കാര്യത്തിന് അത് തെറ്റാണ്. അത് എന്തർത്ഥത്തിലായാലും ശരി, അയാളെ ഉപദ്രവിക്കാനായാലും ശരി, അല്ലെങ്കിൽ എൻ്റെ കാര്യം നേടാനായാലും ശരി, അത് തീർത്തും തെറ്റായ കാര്യമാണ്. സിഹ്ർ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും സ്വർഗം കാണൂല എന്നാണ്. അതായത് അവർക്ക് നാളെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ജീവിതമായിരിക്കും. അപ്പോൾ ജിന്ന് അല്ലെങ്കിൽ പിശാച് ഇങ്ങനത്തെ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് സിഹ്ർ സംഭവിക്കുന്നത്. കാരണം മനുഷ്യനെ ദ്രോഹിക്കാനുള്ള, മനുഷ്യൻ്റെ ഇടയിൽ ഫിത്തന ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കരുത്തും പടച്ചോൻ പിശാചിന് നൽകിയിട്ടുണ്ട്. പിശാച് അതുപയോഗിച്ച് മനുഷ്യനെ ദ്രോഹിക്കും. അപ്പോൾ അതിലേക്ക് ഒരു സാഹിറിനെ, വേറൊരു മനുഷ്യനെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകുന്ന പ്രവൃത്തികളാണ്. അതായത് ഒരു സാഹിർ ഒരു ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അയാളെ മന്ത്രത്തിലൂടെ, അത് ആ മന്ത്രങ്ങൾ പൈശാചിക പ്രവർത്തനത്തിലൂടെ അയാൾ നേടിയെടുക്കുന്നതാണ്. പൈശാചികമായിട്ടുള്ള സഹായം അയാൾക്ക് നിന്ന് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ജിന്നുകളെ കൊണ്ടുള്ള സഹായം അയാൾക്ക് ലഭിച്ചുകൊണ്ടാണ് അയാൾ ആ കാര്യം ചെയ്യുന്നത്. ഇനി ഇതിന് മന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ചില പിശാചുകളെ കൂട്ടുപിടിച്ചാണ്. പിശാചിന് പടച്ചോൻ മനുഷ്യൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, മനുഷ്യൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും, മനുഷ്യന് രോഗം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രോഗം മാത്രമല്ല, രോഗചിന്ത, മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ്, മനുഷ്യൻ്റെ ഇടയിൽ ഒസ്വാസ്, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? പിശാചിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരാൾ ഉപയോഗിച്ച്, ഒരു സാഹിർ, അതായത് ഒരു പിശാചിനെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജിന്നിനെ ഉപയോഗിക്കുന്ന ആൾക്ക് ഈസി ആയിട്ട് പറ്റും. പിശാച് നമ്മളെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാത്തു നിൽക്കണം. അപ്പോൾ അതിന് ഒരു മനുഷ്യൻ സഹായിക്കും കൂടി ചെയ്താൽ ഭയങ്കര എളുപ്പമായിരിക്കും. അത് മന്ത്രങ്ങൾ വഴിയിട്ട്, ഇപ്പോൾ തൽസീമാത്തിൽ തന്നെ മോശം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അത് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഖുർആൻ ആയത്തുകൾ തിരിച്ച് മലിനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സിഹ്ർ പ്രവർത്തനങ്ങൾ, അതായത് ഖുർആൻ്റെ വാക്യങ്ങൾ പോലെ തന്നെ ഖുർആനെ മാറ്റി എഴുതിയിട്ട് ഖുർആൻ്റെ അർത്ഥങ്ങൾ മാറ്റി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഖുർആനെ മലിനമായ രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പം രക്തം കൊണ്ട്, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഖുർആൻ ഉപയോഗിക്കുന്ന, അപമാനിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സിഹ്ർ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ അത് തുണിയിലോ വെള്ളത്തിലോ പൊടി രൂപങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ആരെയാണോ കരുതുന്നത് അയാൾക്ക് ചെയ്യുന്ന രീതി. അതിപ്പോൾ നമ്മൾ ഇത് ആർക്കാണോ ഉദ്ദേശിക്കപ്പെട്ടുള്ളത് അയാൾക്ക്, അയാളുടെ വസ്തുവിൽ, അല്ലെങ്കിൽ അയാളെ മറികടക്കുന്ന രീതിയിൽ, അയാൾ ഉപയോഗിക്കുന്ന രീതിയിൽ, അയാളെ വസ്തുവിൽ വെക്കുന്ന രീതിയിൽ, ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. രോഗമായിട്ടുള്ള പ്രശ്നങ്ങൾ,
രോഗം എന്ന് പറയുമ്പം മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടുണ്ടാകുന്ന അതായത് ക്ലിനിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ക്ലിനിക്കലായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒരു രോഗമുള്ളതുമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക, മാനസികമായിട്ട് സ്ഥിരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക. അതേപോലെ കലഹങ്ങൾ, ഒരു കാര്യമില്ലാതെ പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ പല രീതിയിലുണ്ടാവും സിഹിറിൻ്റെ അവസ്ഥകൾ. ഇത് നമ്മളിനി വ്യക്തമായിട്ട് സിഹിറിൻ്റെ തരം പറയുന്നുണ്ട്. അവിടെ നമുക്ക് എല്ലാത്തരം സിഹിറുകളെ കുറിച്ചും അപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ സിഹിർ, അതായത് ഒരു സാഹിർ ഒരു പിശാചിനെ ഉൾപ്പെടുത്തിയിട്ട്, അതായത് പിശാചിനെ കൂട്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് സിഹിർ. അപ്പോൾ ഒരാൾക്ക് സിഹിർ ഏൽക്കാതിരിക്കാൻ, അപ്പം നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും പൊതുജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സിഹിറുകൾ ഏൽക്കാതിരിക്കാൻ, അതായത് ഇപ്പം ചെറിയ സിഹിറുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ചെറിയ തരം, അതായത് ഇപ്പം ഓരോന്ന് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനെ നമ്മൾ തിരിച്ച് അതിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ലാതെ സാധാരണ ചെറിയ ചെറിയ സിഹിറുകൾ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാൻ നമുക്ക് തന്നെ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഖുർആനിക കാര്യങ്ങളുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ സിഹിറുകളുണ്ടല്ലോ, ചെറിയ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ ഏൽക്കുന്ന തരത്തിലുള്ള സിഹിറുകളൊക്കെ നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 113 സൂറത്തായ സൂറത്തുൽ ഫലക്ക്, അതേപോലെ സൂറത്തുൽ നാസ് 114 സൂറത്തായ സൂറത്തുൽ നാസ്, അതേപോലെ 2ാമത്തെ സൂറത്തിലെ 225 ആയത്തുൽ കുർസി, ഇതൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് മഗ്‌രിബിന് ശേഷം സുബഹിൻ്റെ ശേഷം കുറഞ്ഞത് ദിവസം ഒരു 3 വട്ടെങ്കിലും ചെയ്യാം. അത് ഓതിയിട്ട് കയ്യിലൂതിയിട്ട് നെഞ്ഞിൽ തടവാം, അല്ലെങ്കിൽ അത് ഓതിയിട്ട് വെള്ളത്തിൽ ഊതുക എന്ന് പറയുമ്പം ഷിഫ് ഷിഫ് അങ്ങനെയാണ് ഊതേണ്ടത്. വെള്ളത്തിൽ ഊതിയതിന് ശേഷം കുടിക്കാം, അതേപോലെ കുളിക്കാം. ഇങ്ങനെയുള്ള ഇത് നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ മഗ്‌രിബിന് ശേഷം സുബഹിക്ക് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിഹിറുകളിൽ നേരിട്ട്, സാഹിര്യങ്ങളുടെ സിഹിർ, അതേപോലെ പൈശാചിക സിഹിർ എന്നുള്ള ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള സിഹിറുകളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് സിഹിറിൽ നിന്ന് രക്ഷ ഉണ്ടാവും. അതേപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ സ്ഥിരമായിട്ട് രാവിലെ വൈകുന്നേരം, ഇപ്പം മോന്തി സമയത്തും അതേപോലെ സുബഹിൻ്റെ സമയത്തും 21 വട്ടം വീതം ചെല്ലാം. അത് 3 വട്ടം ചെല്ലാം, അതേപോലെ ഇനി സമയമില്ലെങ്കിൽ 7 വട്ടം ചെല്ലാം. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന 21 വട്ടം ചെല്ലാം. അങ്ങനെ ഏത് എണ്ണത്തിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അത് 3 വട്ടം, 7 വട്ടം, 21 വട്ടം, ഇങ്ങനെ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ച് ഇതേപോലെ മഗ്‌രിബിന് ശേഷം സുബഹിൻ്റെ ശേഷം ചെല്ലാവുന്നതാണ്. അതേപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പതിവാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുർആൻ ഓതൽ പതിവാക്കുക. ഫാത്തിഹ, മുഅവ്വിദത്തൈനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവാക്കുക. പിന്നെ ഇതേപോലെ തന്നെ ശുദ്ധമായ ജീവിതം പതിവാക്കുക. 5 വക്ത് നിസ്കാരം കൃത്യമായിട്ട് ചെയ്യാം. അതേപോലെ ഹലാലായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുക. ഈ ഒളുവൊക്കെ നിലനിർത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് സിഹിർ, അതേപോലെയുള്ള പൈശാചിക പ്രശ്നങ്ങളൊക്കെ ഏൽക്കാതിരിക്കാനൊരു കാരണമാവും. ദിവസവും അൽബക്കറ സൂറത്ത് ഓതുന്ന വീട്ടിൽ ഒരു സിഹിറും പിശാചും ഏൽക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ പഴയ കാലത്തെ വീടുകളിൽ എല്ലാ ദിവസവും യാസീൻ ഓതും. മഗ്‌രിബിന് ശേഷം കുട്ടികളെ നിർബന്ധിച്ച് യാസീൻ ഓതി, എൻ്റെ ഉമ്മയൊക്കെ നിർബന്ധിച്ച് യാസീൻ ഓതിക്കും. അതേപോലെ ഹദ്ദാദ് ഓതിക്കും. ഹദ്ദാദിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാത്തിഹ ഉണ്ട്, അൽബക്കറ സൂറത്തിൽ 7 ആയത്തുകളുണ്ട്. അതേപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ആ ആയത്ത് വരുന്നുണ്ട്. എല്ലാം അങ്ങനെ കുറേ ദിക്റുകൾ, ഒരുപാട് ദിക്റുകൾ വരുന്നുണ്ട്. ഫാത്തിഹ വരുന്നുണ്ട്, തഹ്ലീൽ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുടെ പേരിൽ നമ്മൾ ചെല്ലുന്നുണ്ട്, ദുആ വരുന്നുണ്ട്. അപ്പോൾ ഹദ്ദാദ് പതിവാക്കുന്ന വീടുകൾ, അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ചെയ്താൽ പോലെ നമ്മൾ നിഷ്ഠ പോലെ ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള പൈശാചിക പ്രശ്നങ്ങൾ, സിഹിറുകൾ, ഇതൊന്നും നമുക്ക് ഏൽക്കില്ല. അപ്പം ഇതൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം സ്വീകരിക്കാതെ ഇതൊന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ ശുദ്ധമായ ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ സിഹിറാണെന്ന് പറഞ്ഞ് പേടിക്കുക, ഒരുപാട് ആ കാര്യത്തിൽ ദുഃഖിക്കുക, ഒരു കാര്യത്തിൽ എനിക്ക് സിഹിറേറ്റ് ഒരു പ്രശ്നത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ജീവിതത്തിലും ആ ശുദ്ധി നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊന്നും ഏൽക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാഹിറിൽ നിന്നുള്ള സിഹിർ ഏൽക്കുന്ന ഒരുപാട് ആളുകൾ, അപ്പോൾ സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ശുദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള കരുത്ത് അവർക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ. അതേപോലെ
പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.